വയനാട് നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. വെള്ളരി കാപ്പാട് സ്വദേശി മാനുവാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. വയനാട്ടിൽ നാളെ വിവിധ സംഘടനകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. തമിഴ്നാട്, കർണാടക, കേരള അതിർത്തിയായ നൂൽപ്പുഴ പഞ്ചായത്തിലെ കാപ്പാട്ടെ സ്വകാര്യ വ്യക്തിയുടെ വയലിൽ ഇന്ന് രാവിലെയാണ് മാനുവിന്റെ മൃതദേഹം കണ്ടത്. 3 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. വനം വകുപ്പ് സ്വയം സന്നദ്ധ പുനരധിവാസം പ്രഖ്യാപിച്ച മേഖലയിൽ നിന്ന് നിരവധി കുടുംബങ്ങൾ നേരത്തെ മാറി താമസിച്ചിരുന്നു. DFOയും ജില്ലാ കളക്ടറും അടക്കമുള്ളവർ എത്തണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. വന്യമൃഗശല്യം തുടർക്കഥയാകുമ്പോഴും മതിയായ സുരക്ഷ ഒരുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ ഒന്നും സർക്കാർ ഒരു നടപടി ഇന്ന് വരെ എടുത്തിട്ടില്ല. സർക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അത് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. അതാണ് ഇവിടുത്തെ സർക്കാരിന്റെ നിയമം. മരിച്ച മാനുവിന് 4 മക്കളാണുള്ളത്. മാനുവിനൊപ്പം ജോലിക്ക് പോയ ഭാര്യ ചന്ദ്രികയെ ഏറെ നേരം കാണാതായത് ആശങ്കയ്ക്കിടയാക്കിയെങ്കിലും പോലീസ് അന്വേഷണത്തിൽ പിന്നീട് ഇവരെ കണ്ടെത്തി. മീഡിയ 1 വയനാട്.